വിശ്വാസം വരുന്നില്ലെങ്കിൽ പോയി നോക്ക്. ചിലപ്പോ ഇനി നിനക്ക് മാത്രമായിട്ട് വല്ല വിടപറയൽ കത്ത് എഴുതി കിടക്കിക്കടിയിൽ വെച്ചിട്ടുണ്ടോന്ന് അറിയില്ലല്ലോ. നന്ദിനി നിർത്ത്. നിന്റെ പരിഹാസം ഈ വീട്ടിൽ വേണ്ട. കുറെ നാളായി ഞാൻ കണ്ടില്ലാതെ നടിക്കുന്നു. ഇനി നിർത്തിക്കൊള്ളാം. വിക്രം, ശ്രീനിയും നീയും തമ്മിലുള്ള ബന്ധത്തിന്റെ പേര് പറഞ്ഞാണ് അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. പോവരുതെന്ന് നിന്റെ അമ്മയും ഞാനും ശ്രീജിയൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ അവളെന്തോ ഉറച്ച തീരുമാനം എടുത്താൽ മട്ടായിരുന്നു. കുറെ കാലമായി അവൾ പറയുന്നല്ലേ, ചിലപ്പോ അവൾക്ക് മടുത്ത് കാണും. പക്ഷെ ഞാൻ തിരിച്ചു വരുന്നതുവരെ അവൾക്ക് കാത്തിരിക്കായിരുന്നല്ലോ അച്ഛാ. ശരിയാണ്, കാത്തിരിക്കാമായിരുന്നു. പക്ഷേ മനുഷ്യർ പലപ്പോഴും തീരുമാനം എടുക്കുന്നത് ഒരുപാട് കൂട്ടിയും കുറച്ചും ശിഷ്ടം ഗണിച്ചുമല്ല. ആ സമയത്തെ തോന്നലുകളാണ് പലപ്പോഴും അവരെ നയിക്കുന്നത്. 2-3 ദിവസമായി മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു കാര്യം നീ തിരിച്ചു വരും മുമ്പ് പ്രവർത്തിക്കണമെന്ന് അവൾക്ക് തോന്നിക്കാണും. അവളുടെ തീരുമാനത്തിന്റെ ശക്തി നിന്നെ ബോധ്യപ്പെടുത്തണമെങ്കിൽ വെറും വാക്ക് മാത്രം പോരാ, ഒരു തവണയെങ്കിലും അത് പ്രവൃത്തിയിൽ കാണിക്കണമെന്ന് അവൾക്ക് തോന്നിക്കാണും. അത് അച്ഛൻ പറഞ്ഞ ശരിയാ. വേദ ചിലപ്പോ ഒരു മുന്നറിയിപ്പ് പോലെ ചെയ്തതാവും. മുന്നറിയിപ്പ് ആരെങ്കിലും ചെയ്ത് കാണിക്കുവോ? പറയത്തല്ലേ ഉള്ളൂ. ഞാൻ പരിഹസിച്ചല്ല, ഒരു സംശയം ചോദിച്ചതേ ഉള്ളൂ. നീ ശ്രീനിവാസന്റെ കൂട്ടുകെട്ട് അവസാനിപ്പിച്ചു എന്നറിയുമ്പോ വേദ തീരുമാനം മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അവള് തിരിച്ചു വരും, ഉറപ്പാ മോനെ. അതുവരെ കാത്തിരിക്കല്ല വേണ്ടത്, പകരം നേരിൽ ചെന്ന് കണ്ട് ബോധ്യപ്പെടുകയാണ്. അതെ വിക്രം, നീ നേരിൽ ചെന്ന് അവളെ കാണണം. അവൾ അവനെ അങ്ങോട്ട് കഴിച്ചില്ലെങ്കിലോ? ഇവിടെ ഒന്ന് പോയ പോക്ക് കണ്ടിട്ട് എനിക്ക് എങ്ങനെയാ തോന്നുന്നത്. ഇനിയിപ്പം സംസാരിച്ച് ശരിയാക്കാൻ പറ്റുമെങ്കിൽ നല്ലത് തന്നെ. കൂടുതൽ വിശദീകരണം വേണ്ട നന്ദിനി, നിർത്തിക്കോ. മോൻ ചെന്ന് കുളിച്ചിട്ട് വാ. വിക്രം, നിന്നെ ഇങ്ങനെ കാണാൻ അമ്മയ്ക്ക് പറ്റുന്നില്ലടാ. വിഷമിക്കാതിരിക്കും. ആർദ്രതയുള്ളിടത്ത് സ്നേഹം ഉണ്ടാവും. നിന്റെ മനസ്സിലിപ്പോ അതുണ്ട്. പണ്ടായിരുന്നെങ്കിൽ നീ പെരുമാറുന്നത് ഇങ്ങനെ ആയിരിക്കില്ല. അവൾ ഇറങ്ങിപ്പോയെങ്കിൽ അതിനേക്കാൾ കടുത്ത രീതിയിലാകും നീ പ്രതികരിക്കുക. ഇപ്പൊ നിനക്കതിന് കഴിയാത്തത് ആ കുട്ടി എത്രമാത്രം നിന്നെ മാറ്റിക്കളഞ്ഞു എന്നതിന് ഉദാഹരണമാണ്. 1-2 ദിവസം അവളവിടെ നിൽക്കട്ടെ. അകന്നിരിക്കുമ്പോഴാണ് പരസ്പരം ആരായിരുന്നു എന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാവുക. അതിനുശേഷം പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കും. അവൾ തിരിച്ചു വരും, ഉറപ്പ്. ചെന്ന് കുളിക്കും. ഈശ്വര ഭഗവാനെ, എന്റെ മകന്റെ ഒപ്പം നിൽക്കണേ. അകത്തേക്ക് വരാലോ അല്ലേ? സത്യത്തിൽ എനിക്ക് വലിയ ടെൻഷനുണ്ട്, അതുകൊണ്ട് ചോദിക്കുക. വേദിച്ച് സത്യം പറയണം. സാധാരണ വേദിച്ച് വരുന്ന കാണുമ്പോ എനിക്ക് സന്തോഷമാണ് തോന്നേണ്ടത്. പക്ഷെ ബാഗും സാധനങ്ങളും ഒക്കെ ആയിട്ട് വന്ന് കയറുന്ന കണ്ടപ്പോ സത്യം പറഞ്ഞ് എന്റെ കിളി പോയി. എന്താ വേദിച്ച് ചേച്ചി റിയൽ ഇഷ്യൂ? അത് പറയേ. നീ ഒന്ന് പോവാൻ നോക്കുന്നുണ്ടോ ദീപ്തി? ഇത് തന്നെയല്ലേ നീ ഇന്നലെ വന്ന് ചോദിച്ചത്? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇന്ന് വിക്രമേട്ടനെ കാണാൻ പോവാ. എന്തിന്? വേദേശി പറഞ്ഞില്ലെങ്കിലും ഞാൻ വിക്രമേട്ടനിൽ നിന്നും കാരണം മനസ്സിലാക്കിക്കോളാം. ഞാൻ മാത്രമല്ല, എന്റെ കൂടെ വരുണും കാണും. വിക്രമേട്ടൻ എന്തായാലും സത്യം പറയും. അത് ഞാൻ ഇവിടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു. നിനക്ക് എന്താ ദീപ്തി? അതുകൊണ്ടൊന്നും എന്റെ കാര്യത്തിൽ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിനെങ്കിലും ചേച്ചിക്ക് സത്യം പറയാമോ? ചേച്ചി ഇങ്ങോട്ട് പോകുന്നതിന് ഒരു കാരണം ഉണ്ടാവോന്ന് പറഞ്ഞില്ലേ? അതെന്താന്ന് എന്നോട് പറഞ്ഞോടെ? നിന്നോടെന്നല്ല, ഒരാളോടും അത് പറയാൻ പറ്റില്ല. ഇതെന്താ ദൃശ്യം 3യോ? ആ രഹസ്യം ചേച്ചിയുടെ കൂടെ മാത്രം അവസാനിക്കാൻ? ഒരിക്കലും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ അറിയും, ഞാൻ തന്നെ അറിയിക്കും. പക്ഷെ അതിനു മുൻപ് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എന്ന് വെച്ചാ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ ചെയ്തതിനു ശേഷം വേദിച്ച് ഈ വീട്ടിൽ നിന്ന് മടങ്ങുന്നാണോ? നിനക്കെന്താ, എന്നെ പറഞ്ഞു വിടണോ? അതല്ല, വിക്രമേട്ടനുമായിട്ട് വേദിച്ചിക്ക് ഉള്ളിലൊരു പ്രശ്നം ഒന്നുമില്ലാന്ന് അറിഞ്ഞാൽ മാത്രം മതി എനിക്ക്. ഞങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആരെ ഇല്ലെന്ന് പറഞ്ഞത്? ചേച്ചി വിവാഹം കഴിഞ്ഞൊന്നും പറഞ്ഞ് ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴുള്ള പ്രശ്നങ്ങൾ തന്നെ ഇപ്പോഴും അവിടെ ഉള്ളൂ അല്ലേ? പുതിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പുതിയ കാര്യങ്ങൾ സംഭവിച്ചതുകൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നത്. പക്ഷെ ആ പ്രശ്നങ്ങൾ ഞാൻ തന്നെ അവസാനിപ്പിക്കും, ഉറപ്പ്. അപ്പൊ ഈ പിണക്കം തീരാത്ത പിണക്കം അല്ല അല്ലേ? എനിക്ക് വിക്രത്തോട് പിണക്കമുണ്ടെന്ന് ആര് പറഞ്ഞു? ഇല്ലേ? അപ്പൊ ഉടക്കി പോകുന്നത്? ചില കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഞാൻ അവിടെ നിന്നാ ശരിയാവില്ലെന്ന് തോന്നി, അത്രേ ഉള്ളൂ. ഹാവ്, സമാധാനമായി. എന്നാ പിന്നെ ഒരു രഹസ്യം കൂടി പറയാം. വർഷേച്ചി ഗായത്രി ആന്റിയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. വേദേശിയും വിക്രമേട്ടനുമായിട്ടുള്ള ഡിവോഴ്സ് കഴിഞ്ഞ ദർശൻ ചേട്ടനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്ന്. ദർശൻ ചേട്ടൻ അതിന് നിൽക്കാൻ പോണില്ലാന്ന് എനിക്കറിയാം. പക്ഷെ അതാണ് അവരുടെ പ്ലാൻ. വേദേശി വിക്രമേട്ടനുമായിട്ട് പിരിഞ്ഞിരിക്കുന്ന ഈ സന്ദർഭം മാനിപ്പുലേറ്റ് ചെയ്ത് എല്ലാവരും കൂടി ഡിവോഴ്സിലെത്തിക്കാൻ നോക്കിയാ ചിലപ്പോ അതിലേക്കാവും കാര്യങ്ങളൊക്കെ ചെന്നെത്താ. നമുക്ക് നോക്ക്. തൽക്കാലം നീ ചെല്ല്, എനിക്കൊന്ന് കിടക്കണം. ഞാൻ പോയേക്കാം. പക്ഷെ പോകുന്നതുള്ളി പ്രതീക്ഷയും വെച്ചിട്ടാ. വേദേച്ചിയുടെയും വിക്രമേട്ടന്റെയും കാര്യത്തിലും മാത്രമല്ല, എന്റെയും വരുണിന്റെയും കാര്യത്തിലും. ശരി, ചേച്ചി കിടന്നോ. എന്താ വലിയ ആലോചനയിലാണല്ലോ? ആലോചിക്കാതെ നിവർത്തിയില്ലല്ലോ. സിറ്റുവേഷൻ അതായി പോയില്ലേ? എന്താ പറ്റി? വേദ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അവിടുന്ന് പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് തിരിച്ചു പോന്നു. എന്നിട്ട് ഈ വീട്ടിലാരും ഒരു കാരണം അന്വേഷിക്കുന്നില്ലല്ലോ എന്ന് ഓർത്താ. അതിപ്പോ എങ്ങനെയായാലും അവള് തിരിച്ചു വന്നല്ലോ. അതുപോലെ ഇനി നമ്മള് അവളെ വെച്ച് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ നോക്കണം. എങ്ങനെ നടത്തിയെടുക്കുമെന്ന് പറയുന്നത്? വരട്ടെ, സമയമുണ്ടല്ലോ, നമുക്ക് ആലോചിക്കാം. അവൾ തിരിച്ചു വന്നെന്നുള്ളത് ശരിയാ. പക്ഷെ തിരിച്ചു മടങ്ങൂലെന്ന് ഉറപ്പുണ്ടോ? അമ്മ കെട്ടിയ താലി ഇപ്പോഴും അവളുടെ കഴുത്തിൽ തന്നെയുണ്ട്. ഇവിടുന്ന് പോയത് ശങ്കരനാരായണന്റെ മകളായിട്ടായിരിക്കും. പക്ഷെ തിരിച്ചു വന്നത് വിക്രമിന്റെ ഭാര്യയായിട്ടാ. അല്ലെന്ന് പറയാൻ പറ്റുമോ? അവളെ വെച്ച് നിങ്ങൾ എന്ത് സാധിക്കുമെന്നാ പറയുന്നത്? ആ താലി അഴിച്ചു മാറ്റിയിട്ട് അകത്തേക്ക് വരാൻ പറയേണ്ടതായിരുന്നു. നിങ്ങൾ ആരും അത് ചെയ്തില്ല. കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാൻ നിൽക്കേണ്ടെന്ന് അപ്പോഴേക്കും നിങ്ങളുടെ അച്ഛനും തീരുമാനം പറഞ്ഞു. പിന്നെന്ത് ചെയ്യും? അവള് ഈ വീടിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് തിരിച്ചു വന്നെന്ന് കരുതിയോ? ഉറപ്പായിട്ടും അവിടെ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട്. അതാണ് കാര്യം. എന്ത് പ്രശ്നം? വിക്രമമായിട്ട് വഴക്കിട്ടിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചിരിക്കും. കുറച്ചു ദിവസം കഴിഞ്ഞാൽ അവര് വന്നത് സംസാരിച്ച് സെറ്റിൽ ചെയ്യും. അതോടെ അവള് പോവുകയും ചെയ്യും. അതിനാരെയും ഇനി ഈ പഠിക്കകത്ത് കയറ്റാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ പറയും.
പക്ഷേ സംഭവിക്കാൻ പോകുന്നത് അതായിരിക്കില്ല. പിന്നെ നമ്മൾ എന്ത് വേണമെന്ന്? എത്രയും പെട്ടെന്ന് അവനും അവളുമായിട്ടുള്ള ഡിവോഴ്സ് നടക്കണം. അത് പെട്ടെന്ന് കയറി പറഞ്ഞ അവള് സമ്മതിക്കണമെന്നില്ല. എന്തായാലും കുറച്ചു ദിവസം കഴിയട്ടെ. പാരലായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവള് നമ്മൾ വിചാരിക്കുന്ന വഴിയിലേക്ക് വരും. അതിന് ഇത്തിരി സമയം കൊടുക്കണമെന്ന് മാത്രം. നിങ്ങൾ സമയം നോക്കി കാത്തിരിക്കും. അവളിപ്പോഴത്തെ പ്രശ്നം തീരുമ്പോ പൊടിയും തട്ടി വീണ്ടും അവന്റെ കൂടെ തന്നെ പോകും. ഉം. ചിരിക്കാൻ പറഞ്ഞതല്ല. നാളെ ഒരു പക്ഷേ വേദയും വിക്രമും ആയിട്ടുള്ള പ്രശ്നം പറഞ്ഞു തീർക്കാൻ പോകുന്നത് എന്റെ അനിയൻ ദർശൻ തന്നെയായിരിക്കും. ദർശനോട് നിന്റെ അച്ഛൻ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ ഒരിക്കൽ വിവാഹം കഴിക്കണമെന്ന് മോഹിച്ചതല്ലേ. ഡിവോഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് നമുക്കത് നടത്തിയെടുക്കാം. ദർശന്റെ കാര്യം എനിക്ക് വിട്ടേക്ക്. ഞാൻ അവരെ സമ്മതിപ്പിച്ചോളാം. നിങ്ങള് അവരുടെ ഡിവോഴ്സിനെ കുറിച്ച് ആലോചിക്കും. ശരി, എന്തായാലും വന്നു കയറിയതല്ലേ ഉള്ളൂ. നമുക്ക് പതിയെ അവളോട് സംസാരിക്കാം. അവളോട് പതിയെ സംസാരിച്ചാൽ മതി. പക്ഷേ ഡിവോഴ്സ് എങ്ങനെയെങ്കിലും നടത്തിയെടുക്കണം. അത് വൈകിക്കൂടാ. ശരിയെന്നേ, സമ്മതിച്ചു. പോരെ, എത്രയും പെട്ടെന്ന് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ എല്ലാം നടത്തിയെടുക്കും. അതെ, 23 മണ്ഡലത്തിൽ പദയാത്ര തുടങ്ങും. 27 സർവമത സംഗമം. സ്വാമി നിർബന്ധമായിട്ടുണ്ടാവണം. അയ്യോ, അങ്ങനെ പറയരുത് സ്വാമി. താത്വികമായി നമ്മുടെ പാർട്ടി ദൈവവിശ്വാസത്തിനെതിരാണെങ്കിലും ഇലക്ഷൻ വരുമ്പോ അത് നടക്കില്ലല്ലോ. മാത്രമല്ല, നമ്മൾ പാർട്ടിക്കാർ മിക്കവാറും എല്ലാവരും തന്നെ അവരുടെ ഭാര്യമാരെ അമ്പലത്തിലേക്കും പള്ളിയിലേക്കും പറഞ്ഞയച്ച് വേണ്ട പൂജയും വഴിപാടുകളും നോവയിലൊക്കെ നടത്താറുണ്ട്. ശരി സ്വാമി, സംഗമത്തിൽ കാണാം. അപ്പൊ സ്വാമി ശരണം. അപ്പൊ മലയിൽ നിന്ന് എത്തിയോ? ഞാൻ നമ്മുടെ സർവമത സംഗമത്തിന് വേണ്ടി സ്വാമി ആത്മാനന്ദയെ വിളിക്കായിരുന്നു. നമുക്കൊക്കെ ദൈവവിശ്വാസം ഉണ്ടോ എന്ന് സ്വാമിയുടെ വക ഒരു കുത്തി ചോദ്യം. പാർട്ടിയുടെ യുവ തുർക്കി ഇപ്പോ ശബരിമലയ്ക്ക് പോയി വന്നതേ ഉള്ളൂ എന്ന് സ്വാമിക്ക് അറിയില്ലല്ലോ. മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിട്ട് ഞാൻ സാറിന്റെ പേരിൽ ഗണ്ടാകരണം മുളകരച്ച് തയ്ച്ചിട്ടുണ്ട്. എന്ത്? ആ, അങ്ങനെ ഒരു പൂജയുണ്ട്. ഫല മച്ചട്ടാ. എന്താ നോക്കണേ? നിന്റെ പേരിൽ അർച്ചനയ്ക്കാണ്. കഷ്ടം. അവന്റെ ഒരു പോസ്. ഓ, ദേ വിക്രം വരുന്നുണ്ട്. വരട്ടെ. വിക്രം, ശബരിമല ദർശനമൊക്കെ എങ്ങനെയായിരുന്നു? നന്നായി തൊഴുതു. നന്നായി. നീ മലയ്ക്ക് പോയി വരുന്നതിനിടയില് വൈറലായി ചില കാര്യങ്ങൾ നടന്നു. പറഞ്ഞോ? എന്റെ സ്ഥാനാർത്ഥിത്വം ചോദ്യം ചെയ്ത് വേദ കോടതിയിൽ ഒരു പെറ്റീഷൻ മൂവ് ചെയ്തിട്ടുണ്ട്. നീ മലയ്ക്ക് പോകുന്ന തിരക്കായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്നുള്ളൂ. കാര്യം നമ്മുടെ രാമകൃഷ്ണൻ വക്കീല് കൗണ്ടർ ചെയ്തോളൂ. പക്ഷെ എന്തിനാടാ അവൾ ഇങ്ങനെ എന്റെ പുറകിൽ നിന്ന് മാറാത്ത? ആ തയ്യാറാട്ടിൽ ശ്രീധരൻ മാത്രമാണോ ഇതിന് പിന്നിൽ? അതോ മറ്റുള്ളവരുണ്ടോ? എനിക്കറിയില്ല സർ, ഈ കാര്യങ്ങളൊന്നും അവൾ എന്നോട് സംസാരിക്കാറില്ല. പിന്നെ എന്താ നിങ്ങൾ സംസാരിക്കാറ്? തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്റെ പ്രതിച്ഛായ നശിപ്പിക്കണമെന്ന് ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അവള്. ഇത്രയും കാലം ഞാനത് അത്ര കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ ഇനി അതങ്ങനെ പറ്റില്ല വിക്രം. നീ അവളോട് കാര്യമായിട്ടൊന്ന് സംസാരിക്കണം. കാര്യം അവളുടെ വാദങ്ങളെ കോടതിയിൽ നേരിടാൻ കഴിയാഞ്ഞിട്ടല്ല. പക്ഷേ ഇലക്ഷന് മുമ്പ് കോടതിയിൽ കേസ് വന്നാൽ എനിക്കെതിരെ വരുന്ന ഓരോ വാർത്തയും മറ്റുള്ളവർ ഉപയോഗിക്കും. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ജനങ്ങളോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. അവർ വിശ്വസിക്കില്ല. അവർക്ക് നമ്മൾ തെറ്റുകാരാണെന്ന് കരുതാനാണ് ഏറ്റവും ഇഷ്ടം. നെഗറ്റീവ് വാർത്തകൾക്ക് കിട്ടുന്ന പ്രചാരം വേറൊന്നിനും കിട്ടില്ലല്ലോ. അവള് കേസുമായി മുന്നോട്ട് പോയിക്കോട്ടെ. അത് കോടതിയിൽ നേരിടാൻ ശ്രീനീട്ടനും പറ്റും. പക്ഷെ ഈ അവസരം തന്നെ അതിന് തെരഞ്ഞെടുക്കരുതെന്ന് മാത്രം. അവളതിന് വീട്ടിലില്ല. ഞാൻ തിരിച്ചെത്തുന്നതിന് മുമ്പേ അവൾ പോയി. പോയോ? എങ്ങോട്ട്? അവളുടെ വീട്ടിലേക്ക്. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏർപ്പെട്ടത് അവൾക്ക് ഇഷ്ടമായില്ല. ഇനി ഞാൻ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ അവള് വീട്ടിലേക്കില്ല എന്ന് പറഞ്ഞത്രേ. ഓഹോ, അത് കൊള്ളാലോ. അപ്പൊ ഇത് വേദയുടെ കൃത്യമായ പ്ലാനിംഗ് ആണെന്ന് സാരം. ഇലക്ഷൻ സമയത്ത് തന്നെ ഈ കേസ് പൊക്കിക്കൊണ്ടുവരിക, അതിന്ന് മാറി നിൽക്കാനായി എന്നെ സമ്മർദ്ദത്തിലാഴ്ത്തുക. ഇപ്പൊ നീ പറഞ്ഞത് ഞാനും വിശ്വസിക്കുന്നുണ്ട് സുധേ. ഇത് അവൾ മാത്രമായിട്ട് ചെയ്യുന്നതല്ല, ആരോ വേദയുടെ കൂടെയുണ്ട്. അങ്ങനെയൊന്നുമല്ല സാറേ. സാറിനോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല അവൾ എന്നോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നത്. പിന്നെ അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാ. അത് നീയും അങ്ങനെ തന്നെയാണോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? എടാ പൊട്ട, നിന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ അത് കാണിക്കേണ്ടത് നിന്നോടൊപ്പം നിന്നിട്ടാ, അല്ലാതെ ഇറങ്ങിപ്പോയിട്ടല്ല. ഇത് അവളൊരു പ്ലേ ആണ്. അതിൽ നിന്നെ നിർത്തി കളിക്കാൻ അവൾ ശ്രമിക്കുന്നത് മാത്രം. ഞാൻ സാറിനോട് മറ്റൊരു കാര്യം പറയാനാ വന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കുറച്ചു നാളത്തേക്ക് എല്ലാത്തിൽ നിന്നൊന്നും വിട്ടു നിന്നാലും ആലോചിക്കുക. വിട്ടു നിൽക്കേ? അതെ സർ. വിക്രം എന്തൊക്കെയായി പറയുന്നത്? എന്തൊക്കെ കാര്യങ്ങളാ നിന്നെ ഏൽപ്പിക്കാനായി ശ്രീനീട്ടൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് അറിയോ? വിക്രം, നിന്റെ ഇപ്പോഴത്തെ മൂഡ് ശരിയല്ല. അതുകൊണ്ട് തോന്നുന്നതാണ് ഇതൊക്കെ. നാളെ എനിക്ക് ശേഷം ഈ മണ്ഡലത്തെ നയിക്കേണ്ടവനാ നീ. വെറുതെ ഇമോഷണലായി ഇങ്ങനെ തീരുമാനമെടുക്കല്ലേ. നീ ഇപ്പൊ എങ്ങോട്ട് മാറി നിൽക്കുന്നില്ല, എങ്ങോട്ട് പോകുന്നില്ല. തൽക്കാലം നമ്മുടെ മുന്നിൽ ഇലക്ഷൻ മാത്രമേ ഉള്ളൂ. അതിന് തയ്യാറാവുക, മറ്റെല്ലാം മറന്നേക്കുക. സർ, അത് നീ വേണമെങ്കിൽ വേദയോട് ചെന്ന് സംസാരിച്ചോ, അത് വേണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷെ നീ വിചാരിക്കുന്നത് പോലെ അവൾ നിന്നോടുള്ള പിണക്കം കൊണ്ട് മാറിപ്പോയതല്ല. എന്നിൽ നിന്ന് നിന്നെ അടർത്തി മാറ്റണമെന്നേ ഉള്ളൂ അവൾക്ക്. അങ്ങനെ എളുപ്പത്തിൽ എന്നെ വിട്ടുമാറാൻ കഴിയാത്തവനല്ല നീയെന്ന് അവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്താൽ അത് തീർന്നില്ലേ? നീ നേരെ പാർട്ടി ഓഫീസിലേക്ക് ചെല്ല്. ഞാൻ അവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. സെക്രട്ടറി മോഹൻ അവിടെ ഉണ്ടാവും. ഏതൊക്കെ രീതിയിൽ കാര്യങ്ങൾ നീക്കണമെന്ന് മോഹൻ പറഞ്ഞു തരും. ചെല്ലു വിക്രം. സുധേ, നമ്മൾ കരുതിയതുപോലെയല്ല. വേദ അവന്റെ അസ്ഥിയിൽ കൊളുത്തിയിട്ടുണ്ട്. അവളുടെ കേസ് കോടതിയിൽ വരുമ്പോ വിക്രത്തിന്റെ മൊഴിയും പ്രധാനമാവില്ലേ? അവൻ അവളുടെ പക്ഷം ചേരൂ. നോക്കാം. എനിക്ക് നിന്നോടൊന്നും ചോദിക്കരുതെന്ന് ഞാൻ അമ്മയോടും മറ്റുള്ളവരോടും പറഞ്ഞിരുന്നു. പക്ഷേ ദിവസം അവസാനിക്കാനായപ്പോ എനിക്ക് തന്നെ സ്വയം സമാധാനിക്കാൻ പറ്റാതായി. ഇപ്പൊ നീ ഇങ്ങോട്ട് വന്നത് കുറച്ചു ദിവസം കഴിഞ്ഞ് തിരിച്ചു മടങ്ങാനാണോ? നിന്റെ വരവ് കണ്ടപ്പോ എനിക്ക് അങ്ങനെയല്ല തോന്നിയത്. നീ അവനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതെന്ന് വന്നതല്ലേ? അപ്പോ ഇനിയൊരു കോംപ്രമൈസ് ചർച്ചയും തിരിച്ചുപോക്കും ഇല്ല എന്നർത്ഥം അല്ലെ? നന്നായി. വിവേകം ചിലപ്പോ ഇത്തിരി വൈകിയാവും മുറിക്കുക. എന്നാലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നല്ലേ? എന്തായിരുന്നു അവനുമായുള്ള പ്രശ്നം? എന്നോട് പറയാവുന്നതാണെങ്കിൽ പറഞ്ഞാൽ മതി. അച്ഛനോട് പറയുന്നതിൽ വിഷമമൊന്നുമില്ല. വിക്രത്തിന് ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്ത ചില ബന്ധങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്ന് വെച്ചാൽ നീ ഉദ്ദേശിക്കുന്നത്?
അയ്യോ, അച്ഛൻ ഉദ്ദേശിക്കുന്നത് പോലെയൊന്നുമല്ല. ആ ഒരു കാര്യത്തില് വിക്രത്തെക്കാളും നല്ലതായി മറ്റൊരാളെയും കണ്ടെത്താനാവില്ല. ആ ശ്രീകാര്യം ശ്രീനിവാസന്റെ അടുത്ത് നിന്ന് വിക്രം ഒരു കാലത്തും വിട്ടുപോരില്ല. ഞാൻ ഒരുപാട് തവണ പറഞ്ഞു നോക്കി. അവസാനം ഇപ്പോ ഇലക്ഷന്റെ കാര്യം കൂടി വന്നപ്പോ ഞാൻ തീരുമാനം എടുത്തേ ഉള്ളൂ. അല്ലാതെ വേറൊരു പ്രശ്നവും നിനക്ക് വിക്രവുമായിട്ടില്ല അല്ലേ? ഇത് തന്നെ പോരച്ച. അടിയും വഴക്കും പോലീസ് കേസും എനിക്ക് മടുത്തു. അവസാനം നിനക്കത് മനസ്സിലായല്ലോ, അത് മതി. അവളോടുള്ള ഇഷ്ടം എത്രത്തോളം ആയിരുന്നു മനസ്സിലാക്കാനാവും ചിലപ്പോ. അതുകൊണ്ടായിരിക്കും